ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഞാൻ മായ. വിശദമായ വാർത്തകളിലേക്ക്. അനങ്ങനടി പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം വ്യാപകമാവുന്നതിന് പിന്നിൽ മലിനജലം പത്തംകുളം തോട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ജലസംഭരണിയിലേക്ക് എത്തുന്നതുകൊണ്ടാണെന്ന് അഷറഫ് കാരുകുളം ആരോപിച്ചു. അനങ്ങനടി പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നതിന് പിന്നിൽ പത്തംകുളം തോടിൽ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച തടയണയാണെന്ന ആരോപണവുമായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഷറഫ് കാരുകുളം രംഗത്ത്. തടയണ തുറന്നുവിടാൻ സാധിക്കാത്ത രീതിയിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നും ഇതുമൂലം മഴക്കാലത്ത് തോടിലൂടെ ഒഴുകിയെത്തുന്ന മലിനജലം പത്തംകുളം തോടിൽ നിർമ്മിച്ചിരിക്കുന്ന ജലസംഭരണിയിലേക്ക് എത്തുകയാണെന്നും അഷറഫ് കാരുകുളം ആരോപിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വന്ന തടയണയിൽ ഒരു തടയണ മാത്രമേ ഉള്ളൂ. അത് വേനൽക്കാലത്ത് തടുക്കാനും മഴക്കാലത്ത് തുറന്നുവിടാനുള്ള സംവിധാനമില്ലാതെ ഒറ്റക്കെട്ടോടുകൂടെ വന്ന സമയത്ത് മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന എല്ലാ അവശിഷ്ടങ്ങളും അവിടെ അടിഞ്ഞുകൂടി ഈ പഞ്ചായത്തിലേക്ക് പോകുന്ന ജലസ്രോതസ്, വാട്ടർ അതോറിറ്റിയുടെ ജലസ്രോതസ്സിലത്തെ മെയിനായിട്ടുള്ള കിണർ ആ തോട്ടിലാണ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ടും ഇതുമൂലം ജലത്തിൽ അമിതമായ ക്ലോറോഫോം രൂപപ്പെടുകയും കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം തകരാറിലാകുകയും ചെയ്യുന്നതാണ് മഞ്ഞപ്പിത്തം വർദ്ധിക്കാൻ കാരണമാകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കൂടാതെ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ജലസ്രോതസ്സിൽ ക്ലോറിനേഷൻ നടപടികളൊന്നും നടത്തിയിട്ടില്ലെന്നും ഇത് സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കുകയാണെന്നും അഷറഫ് കാരുകുളം ചൂണ്ടിക്കാണിച്ചു. ആ തോട്ടിലാണ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ടും ഇപ്പോൾ അവിടുത്തെ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ ക്ലോറിഫോം അതിലാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടും അടിയന്തരമായി ആ തടയണ ജനോപകാരപ്രദമായിട്ടുള്ള രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പഞ്ചായത്ത് കടക്കണം. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെട്ട് തടയണ തുറന്ന് വെള്ളം ഒഴുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കുടിവെള്ള സ്രോതസ്സുകളുടെ ശുദ്ധീകരണം ഉറപ്പാക്കണമെന്നും മഞ്ഞപ്പിത്തം തടയുന്നതിനായി പഞ്ചായത്ത് ശക്തമായ പ്രതിരോധ മാർഗങ്ങൾ ഉടൻ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 800 ചില്ലാനം ആളുകൾക്ക് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ടുള്ളൊരു സൂചനകൾ കിട്ടുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനവുമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി അടിയന്തരമായിട്ട് ഇടപെടണം. അനങ്ങനടി ഹൈസ്കൂളിൽ കുട്ടികൾക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.